രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 22 മാറ്റിയിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ തുടരുന്ന സാഹചര്യം എങ്ങനെയാണ് കോടതിയിലെ കാര്യങ്ങൾ? പോലീസ് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമായിരിക്കും കോടതി ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം നടക്കുക എന്ന കാര്യം നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ഈ മാസം 22-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നായിരിക്കും കേസ് പരിഗണിക്കുക. പോലീസിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്രമാകും ജാമ്യാപേക്ഷയിൽ വാദം ഉണ്ടാവുക, വാദം കേൾക്കുക. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് നിലവിൽ കേസ് മാറ്റിവെച്ചത്. നേരത്തെ രാഹുലിന്റെ എല്ലാ വാദങ്ങളെയും പൂർണ്ണമായും കൊണ്ട് രാഹുലിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും. എന്തായാലും ഇപ്പോൾ 22-നായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് പരിഗണിക്കുക. സംഗീത, തീർച്ചയായും ഈ പോലീസ് റിപ്പോർട്ട് എപ്പോഴേക്കും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീരാജ്, സംഗീത, പോലീസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയ ഘട്ടത്തിൽ പോലീസിന്റെ ഒരു റിപ്പോർട്ട് പോലും ഇല്ലാതെ ഈ കേസിൽ ജാമ്യം നൽകാൻ സാധിക്കില്ല എന്ന തരത്തിലായിരുന്നു കോടതി അന്ന് നിരീക്ഷണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമാകും ജാമ്യാപേക്ഷയിലേക്ക് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിലേക്ക് കടക്കുക എന്ന കാര്യത്തിൽ അന്ന് തന്നെ വ്യക്തതയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പിന്നീട് മേൽക്കോടതികളെ രാഹുൽ സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് വരുന്നത്, ജാമ്യാപേക്ഷ വരുന്നത്. എന്നാൽ അവിടെയും ഇത്തരത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ജാമ്യം ലഭിക്കുക അല്ലെങ്കിൽ ജാമ്യം പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഗീത, ശരി. ശ്രീരാജ്, എന്നാണെങ്കിലും റിമാൻഡ് കാലാവധി പൂർത്തീകരിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിന്. അതിനു മുമ്പ് ഒരു ജാമ്യം ലഭിക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ